വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നിന്നും ദിവസവും 8-10 മണിക്കൂറുകൾ ബസ്സിൽ മാറി മാറി യാത്ര ചെയ്ത് പന്ത് തട്ടാൻ പോയിരുന്ന മെലിഞ്ഞുണങ്ങിയ ഒരു സാധാരണക്കാരൻ പയ്യനുണ്ടായിരുന്നു. പ്രീമിയർ ലീഗിലെ വമ്പന്മാരായ ചെൽസിയിൽ എത്തിയെങ്കിലും പ്രതിഭയില്ലെന്ന് പറഞ്ഞ് ബെഞ്ചിലിരുത്തി അവർ അവനെ അപമാനിച്ചു പുറത്താക്കി. ഇവൻ ഇംഗ്ലണ്ടിലെ കഠിനമായ ഫുട്ബോളിന് പറ്റിയവനല്ലെന്ന് പറഞ്ഞ് വിമർശകർ ഒന്നടങ്കം എഴുതിത്തള്ളി. അവനായിരുന്നു മുഹമ്മദ് സലാ. എന്നാൽ വിധിക്ക് തെറ്റി. ചെൽസി പുറത്താക്കിയ അതേ ഇംഗ്ലീഷ് മണ്ണിലേക്ക് ലിവർപൂളിന്റെ ചുവന്ന ജേഴ്സിയിൽ അവൻ മടങ്ങിയെത്തി. എതിരാളികളുടെ പ്രതിരോധ കോട്ടകളെ തന്റെ അസാധ്യമായ വേഗത കൊണ്ടും മാരകമായ ഫിനിഷിംഗ് കൊണ്ടും അവൻ തകർത്തെറിഞ്ഞു. എൻഫീൽഡിന്റെ പുൽനാമ്പുകളെ സാക്ഷിയാക്കി പ്രീമിയർ ലീഗിലെ സകല റെക്കോർഡുകളും തട്ടിത്തെറിപ്പിച്ചു. ലിവർപൂളിന്റെ ചുവന്ന സാമ്രാജ്യത്തിൽ ഗോൾ വേട്ടക്കാരനായി അവതരിച്ച് ക്ലബിനെ ചാമ്പ്യൻസ് ലീഗിന്റെ നെറുകയിലും 30 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടത്തിലേക്ക് മുത്തമിടിച്ച് അവൻ ലിവർപൂളിന്റെ എക്കാലത്തെയും വലിയ ഇതിഹാസമായി ചരിത്രമെഴുതി. ഒരു ജനതയുടെ മുഴുവൻ സ്വപ്നങ്ങളും ഒറ്റയ്ക്ക് തോളിലേറ്റി അവൻ ലോകകപ്പിന്റെ വലിയ വേദിയിലേക്ക് നടന്നു കയറിയപ്പോൾ ഫുട്ബോൾ ലോകം ഒന്നടങ്കം ആദരവോടെ നോക്കി നിന്നു. വമ്പന്മാരായ അർജന്റീനയുമായുള്ള ആ ആവേശ പോരാട്ടത്തിന്റെ സമയത്ത് ലോകമെമ്പാടുമുള്ള കാൽപന്ത് ആരാധകരുടെ കണ്ണുകൾ മുഴുവൻ ഉറ്റുനോക്കിയത് സാക്ഷാൽ മുഹമ്മദ് സലയിലേക്ക് മാത്രമായിരുന്നു. ആ നീലയും വെള്ളയും കോട്ടയ്ക്ക് മുന്നിൽ അവൻ പന്തുമായി കുതിക്കുമ്പോൾ കാണികൾ ശ്വാസം അടക്കി പിടിച്ചു നിന്നു. എന്നാൽ ഒരു വലിയ യുദ്ധത്തിനൊടുവിൽ ആ ലോകകപ്പ് വേദിയോട് മുഹമ്മദ് സല വിട പറയുമ്പോൾ ആരാധകരുടെ നെഞ്ച് തകർന്നു പോയി. തോറ്റു പിന്മാറിയായിരുന്നില്ല, മറിച്ച് ഗാംഭീര്യത്തോടെയുള്ള മടക്കമായിരുന്നു അത്. കഥയുടെ അവസാനം ആ മൈതാനത്തിന്റെ പച്ചപ്പുല്ലിൽ നിന്നും അവൻ നടന്നു നീങ്ങുമ്പോൾ ഫുട്ബോൾ ലോകം ഒരു കാര്യം തിരിച്ചറിഞ്ഞിരുന്നു. ഒരു ലോകകപ്പിന്റെ കിരീട സാധ്യതകളിലേക്ക് കണ്ണുവെച്ചു വന്ന കാൽപന്തിന്റെ രാജാക്കന്മാരായ മിശിഹയെയും അദ്ദേഹത്തിന്റെ അർജന്റീനൻ പടയെ പോലും ഒരു നിമിഷം വിറപ്പിച്ചു നിർത്തിയിട്ടാണ് ഈ ഈജിപ്ഷ്യൻ കിങ് തല ഉയർത്തിപ്പിടിച്ച് ആ കാൽപന്ത് മാമാങ്കത്തിന്റെ പടിയിറങ്ങിയത്. വിധിക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത പോരാട്ട വീര്യം എന്താണെന്ന് കാണിച്ച് ചരിത്രത്തിൽ സ്വന്തം പേര് എഴുതി ചേർത്താണ് മുഹമ്മദ് സല മടങ്ങിയത്. ആ പടിയിറക്കത്തിൽ ഫുട്ബോൾ ലോകം ഒന്നടങ്കം ഹൃദയം നിറഞ്ഞു പറയുന്നുണ്ട്, നന്ദി സല.